നേരത്തെ സണ്ണി ജോസഫ് പറഞ്ഞ ഒരു പ്രതികരണമുണ്ട്. AK ആന്റണി നേരിട്ടെത്തി അദ്ദേഹം തന്നെ ഇങ്ങനെ ഒരു മറുപടി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയാണെന്നാണ്. കാരണം മുഖ്യമന്ത്രിയും സർക്കാരുമാണ് കുറ്റക്കാർ, അല്ലാതെ ഒരക്ഷരം പോലും നിയമസഭയിൽ സംസാരിക്കാത്ത കോൺഗ്രസ് പ്രതിനിധികൾ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസുകാർക്ക് അവിടെ പ്രതിരോധിക്കാൻ കഴിയാതിരുന്നത്? അങ്ങേ ഞാനൊരു മഹാഭാരതത്തിലൊരു സംഭവം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഗാന്ധാരി ശാപമേറ്റ യാദവ കുലത്തിന്റെ അവസ്ഥയാണ് കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന്. അവർ മുടിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു. കോൺഗ്രസ് ഉയർത്തുന്ന നിയമസഭയ്ക്കുള്ളിൽ കോൺഗ്രസ് ഉയർത്തേണ്ടിയിരുന്ന പോലീസ് അതിക്രമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വസ്തുതാപരമായി മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള മറുപടി മാത്രം മതി കേരളത്തിൽ പോലീസ് സേനയിൽ ഏതെങ്കിലും കുറ്റവാളികളുണ്ട് എങ്കിൽ, ഏതെങ്കിലും പുഴുക്കുത്തുകളുണ്ടെങ്കിൽ അവർക്കെതിരെ ആർജവത്തോടെ നടപടിയെടുത്തിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെന്റാണ്. 147 പേരെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസിംഗ് കേരളത്തിലാണ് നടപ്പിലാക്കുന്നതെന്ന് രാജ്യത്താകമാനം അഭിപ്രായമുള്ളൊരു കാലഘട്ടത്തിൽ മികച്ച അന്വേഷണ മികവിന് പല ഘട്ടങ്ങളിൽ കേരള പോലീസിനെ അഭിനന്ദിക്കുന്ന സാഹചര്യം രാജ്യത്താകമാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കേരള പോലീസിലെ ഏതെങ്കിലും പുഴുക്കുത്തുകളുടെ പേരിൽ അപമാനിക്കുകയല്ല. ഇത് പോലീസ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ എക്കാലത്തെയും കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പോലീസ് എപ്പോഴും ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മർദ്ദനോപകരണത്തിന്റെ നിന്ന് മാറ്റി ജനമൈത്രി പോലീസാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ചിലപ്പോൾ എല്ലാ സമൂഹത്തിലും എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ പുഴുക്കുത്തുകൾ ഉണ്ടാവാം. അത് പോലീസ് സേനയിലേക്കും വന്നിട്ടുണ്ട്. 45 ലക്ഷത്തോളം വരുന്ന പോലീസ് സേനാംഗങ്ങളെ എല്ലാവരെയും ശരിയാക്കിയെടുക്കാനാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വന്ധ്യവയോധികനായ ശ്രീ AK ആന്റണിക്ക്, ഇവിടെ രാഷ്ട്രീയമായി തന്നെ ഇതിനെ കാണണം, വന്ധ്യവയോധികനായ ശ്രീ AK ആന്റണിക്ക് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ഗതികേട് വന്നിരിക്കുന്നു. കേരളത്തിലെ പ്രതിപക്ഷത്തിന് നിയമസഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ മറുപടി കൊടുക്കുന്നതിന് പകരം അതിനു പോലും ആവാനുള്ള ആർജവം ഇല്ലാതെ പോകുന്നു. എല്ലാ കാലത്തും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ കലാപങ്ങൾക്കും അതുപോലെ തന്നെ അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഒക്കെ വിധേയമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ പോലീസ് സേനയിലെ ചിലരെങ്കിലും ഇത്തരം സൂചനകൾ തന്നെ. അതിൽ ഉദാഹരണങ്ങളായിട്ടാണ് ശിവഗിരി ആണെങ്കിലും മുത്തങ്ങയാണെങ്കിലും പൂന്തുറയാണെങ്കിലും അതുപോലെ മാറാടാണെങ്കിലും ഒക്കെ തന്നെ ഉയർത്തി കാണിക്കേണ്ട സാഹചര്യം വരുന്നത്. അപ്പോൾ ആ കലാപങ്ങളുടെ മൊത്തം പഴി അന്നത്തെ ഭരണാധികാരികളിലേക്ക് ചൂണ്ടി വർത്തമാനം പറയുന്നു. ഇന്ന് നടക്കുന്ന പോലീസ് അതിക്രമങ്ങളുടെ പഴി ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെ ചൂണ്ടിയാൽ ചരിത്രത്തിൽ നിന്ന് വസ്തുതകൾ കൂടി തിരിച്ചു വരുമെന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിരുന്നു പ്രതിപക്ഷം.